നമസ്കാരം. 40 വർഷത്തിനിടെ രാജ്യം കണ്ടിട്ടില്ലാത്ത തൊഴിലില്ലായ്മയിലൂടെ കടന്നു പോകുമ്പോൾ യുവാക്കളെ വഞ്ചിക്കുന്ന സമീപനം തുടരുന്ന മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്ന മല്ലികാർജുൻ ഖാർഗെ എന്തിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ NRA അഥവാ നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി രൂപീകരിച്ചതെന്ന് ചോദിച്ചു. NRAക്ക് പിന്നിൽ നടക്കുന്നത് വലിയ അഴിമതിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഖാർഗെ 4 വർഷമായി നോക്കുകുത്തിയായി നിൽക്കുന്ന ഏജൻസിയെ കൊണ്ട് എന്താണ് ഗുണം എന്ന ചോദ്യവും മുന്നോട്ട് വെച്ചു. 2020 ഓഗസ്റ്റിലാണ് കേന്ദ്ര സർക്കാർ NRA രൂപീകരിക്കുന്നത്. സർക്കാർ ജോലികളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനാണ് ഇത് രൂപീകരിച്ചത്. പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യത്തെ യുവാക്കൾക്ക് BJP സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഖാർഗെയുടെ വിമർശനം. കോടിക്കണക്കിന് യുവാക്കൾക്ക് NRA ഒരു അനുഗ്രഹമായി മാറും. കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിലൂടെ ഒന്നിലധികം പരീക്ഷകൾ ഒഴിവാക്കുകയും വിലയേറിയ സമയവും വിഭവങ്ങളും ലാഭിക്കുകയും ചെയ്യും. NRA സുതാര്യതയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകും എന്നൊക്കെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ ആ അവകാശവാദങ്ങളെയൊക്കെ ചവറ്റുകൊട്ടയിൽ തള്ളി വെറുമൊരു വെള്ളാനയായി 4 വർഷമായി തുടരുകയാണ് NRA. ഈ പശ്ചാത്തലത്തിൽ നിലവിൽ രാജ്യത്തെ യുവാക്കൾ നേരിടുന്ന പ്രതിസന്ധികളെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിനോട് ഖാർഗെ 3 ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷമായി NRA ഒരു പരീക്ഷ പോലും നടത്താതിരുന്നത്? 1,51,757 കോടി രൂപ ഫണ്ട് നൽകിയിട്ടും 4 വർഷത്തിനിടെ NRA 58 കോടി രൂപ മാത്രം ചിലവഴിച്ചത് എന്തുകൊണ്ട്? SC, ST, OBC, IWS എന്നിങ്ങനെ യുവാക്കളുടെ സംവരണാവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ വേണ്ടി NRAയെ ബോധപൂർവം നിഷ്ക്രിയമാക്കിയിരിക്കുകയാണോ എന്നതായിരുന്നു 3ാമത്തെ ചോദ്യം. 4 വർഷത്തിനിടെ ഒരു പരീക്ഷ പോലും NRA നടത്തിയിട്ടില്ല. പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം നിഷേധിക്കപ്പെടുമ്പോൾ ഏജൻസിയെ കേന്ദ്ര സർക്കാർ തന്നെ നിഷ്ക്രിയമാക്കിയോ എന്നാണ് ഖാർഗെ ചോദിക്കുന്നത്. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഖാർഗെ വിമർശനം മുന്നോട്ട് വെച്ചത്. കോടിക്കണക്കിന് രൂപ ഫണ്ട് ലഭിച്ചിട്ടും തുച്ഛമായ തുകയാണ് ഏജൻസി ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ലെന്ന് ഖാർഗെ പറയുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ NTA-യും പരീക്ഷകൾ നടത്താതെ NRAയും ക്രമക്കേട് നടത്തുന്നു. RSSും BJPയും ചേർന്ന് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യുവാക്കളുടെ ജീവിതവും ഇല്ലാതാക്കുകയാണെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. NRAയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം തന്റെ കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ബറൂച്ച് ജില്ലയിൽ ജോബ് ഇന്റർവ്യൂവിൽ ഉണ്ടായ തിരക്കിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു. സംഭവത്തിൽ തൊഴിലില്ലായ്മ രോഗം ഇന്ത്യയിൽ പകർച്ചവ്യാധി പോലെ പടരുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. തൊഴിലില്ലായ്മ എന്ന രോഗം ഇന്ത്യയിൽ ഒരു പകർച്ചവ്യാധിയുടെ രൂപമെടുക്കുകയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ രോഗത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറുകയും ചെയ്തു. ഒരു ജോലിക്കായി ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന ഇന്ത്യയുടെ യുവതയാണ് നരേന്ദ്രമോദിയുടെ അമൃതകാലത്തിന്റെ യാഥാർത്ഥ്യമെന്ന് ഗുജറാത്തിലെ ഒരു വീഡിയോ പങ്കുവെച്ച് രാഹുൽ എക്സിൽ കുറിച്ചു. 40 വർഷത്തിനിടെ ഇല്ലാത്ത തൊഴിലില്ലായ്മയിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ അതിന് പരിഹാരം കാണാൻ കേന്ദ്ര ഭരണകൂടത്തിന്റെ പക്കൽ പരിഹാര നടപടികളില്ല എന്നതാണ് പരിതാപകരം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ബധിരകർണങ്ങളിലാണ് പതിക്കുന്നത് എന്നത് അതിലേറെ ദുഃഖകരവും.